തള്ളക്കണ്ണി നോക്കാതെ കണ്ണടക്കി. ഓം ക്രീം ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രം ബലിച്ചില്ലേ? എന്ന വേറൊരു വിദ്യയുണ്ട്. ഇപ്പോഴോ? ഇപ്പോ കുസൃതി. ആ, ഇനി ഇത് മാറാൻ ഒറ്റ വഴിയുള്ളൂ. ആരാ മോളുടെ മേത്ത് കാറടിച്ചത്? അവന് ഡ്രൈവറും ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്റെ ഗീതു മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല. മോള് പറ, എന്ത് ശിക്ഷ നമ്മൾ കൊടുക്കുക? കൊല്ലേ? കൊല്ലണ്ട, ചെറിയ കുട്ടിയല്ലേ. പിന്നെയോ? വഴിയുണ്ട്. എന്താണ് ഈ കുട്ടി അടിച്ച മാതിരി ഇരിക്കണേ? എടാ, നിന്നോടല്ലേ പറഞ്ഞാൽ എണീക്കണോടുന്നു. എടാ, എണീക്കാൻ നിന്നോട്. എന്തത്? എടാ, പൊണ്ണം തടിയ എണീക്കണോട് നീ. എന്റെ മാതാവ് എണീക്കണോട്. ആരാണ് ചന്തിക്ക് ബോംബ് വെച്ചത്? പറയുന്ന കേക്ക്. നീ ഇത് കുടിച്ചിട്ട് പോയി കളിക്ക്. പിന്നെ കുടിക്കാലോ. നീ ഇത് കുടിച്ചിട്ട് വേണം മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ കുടിച്ചില്ലെങ്കിൽ മമ്മി പോവല്ലേ? എല്ലാറ്റിനും ഉണ്ടല്ലോ തർക്കുത്തരം. നിന്റെ സ്വഭാവം ഈടെയായിട്ട് വല്ലാണ്ട് മോശമാവുന്നുണ്ട്. മമ്മി പറയുന്ന അനുസരിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട. എന്താ 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 ഇവിടെ അമ്മയും മോളും കൂടി കസേര കളി? കണ്ടോ, വന്ന് വന്ന് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ലേ കുട്ടി. കുഞ്ഞു ഹോസ്പിറ്റലിൽ പോക്കോളൂ, ഞാൻ മോൾക്ക് പാല് കൊടുത്തോളാം. ബാ, മോൾക്ക് എവിടുന്ന് കിട്ടി ഈ പീപ്പി? ഇത് പീപ്പി അല്ല, മോട്ടോഗനാ. ഡ്രൈവർ അങ്കിൾ തന്നതാ. ഇതുകൊണ്ട് ഡ്രൈവർ അങ്കിൾ പാട്ട് പാടുമല്ലോ. കിങ് കോങ് പാടുവോ? പിന്നെ എന്താ എത്ര സംശയം? കിങ് കോങ് എത്ര പാട്ട് പാടിയിരിക്കുന്നു, എത്ര ഗുസ്തി പിടിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കിങ് കോങ് പാട്ട് പാടണമെങ്കിൽ മോള് പാല് കുടിക്കണം. ഇപ്പൊ ആദ്യം മോള് പാല് കുടിക്ക്, കിങ് കോങ് പാട്ട് പാടാ. കിങ് കോങ് പാട്ട് പാടുമ്പോ മോള് പാല് കുടിക്ക. ആ, ആദ്യം മോള് പാല് കുടിക്ക്, കിങ് കോങ് പാട്ട് പാടാ. ഇനി മോള് പാട്. ഇനി കിങ് കോങ് കിങ് കോങ് കിങ് കോങ്. എന്താണോ ഇത്? ഒരബദ്ധം. എന്തബദ്ധം? ഇങ്ങനെയാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത്? പാലല്ലേ, പാലുള്ള പാല്. പാല് തന്റെ വായിലിട്ട് തുപ്പൽ പറ്റിച്ചു. ഇനി തരൂ. ലുക്ക് ഹിയർ ഗീതു, ഡോണ്ട് ഡു ഇറ്റ് അഗൈൻ, ഓക്കേ? കിങ് കോങ് ഒരു മൗത്ത് ഓർഗനല്ലേ അമ്മൂമ്മ കളഞ്ഞുള്ളൂ. അങ്ങനെ എത്രായിരം മൗത്ത് ഓർഗൻ ഉണ്ട് ലോകത്ത്. അതിൽ എത്രണ്ണം വേണം എന്റെ ഗീതമൂക്ക്? ഈ ഡ്രൈവറുകൾ കൊണ്ടുതരാം. ഏയ്, പിന്നെ എന്താ മുഖത്തൊരു വിഷമം? അമ്മൂമ്മയാ എന്റെ എനിമി നമ്പർ 1. ആഹാ, അപ്പൊ ഗീതമൂക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലേ. ഇന്നാള് കണ്ടത് നമ്പർ 2 അല്ലേ? ഇനി എത്ര പേരുണ്ട്? കുറേയുണ്ട്. നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6, നമ്പർ 7. നിർത്തരുത്. ഇവരൊക്കെ നമ്മൾ എന്താ ചെയ്യാ? കൊല്ലല്ലേ? കൊല്ല.
ഇതൊക്കെ മോളുടെ ശത്രുക്കള്. മോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ? ഒരാളുണ്ട്. ആരാ? ഗുഡ് മോർണിംഗ്. ആരാ? റിട്ടയർഡ് ജസ്റ്റിസ് മിസ്സസ് യശോധരാമന്റെ വീട് ഇതല്ലേ? അല്ല, അപ്പുറത്താ. ദ ഓപ്പോസിറ്റ് സൈഡ്. താങ്ക് യു ബേബി. ഓക്കേ. ദ സെയിം നോട്ടി ലിറ്റിൽ പോണി. ഈ കുട്ടിയാ പറഞ്ഞ അപ്പുറത്താ വീടെന്ന്. എന്തിനാ ഗീതു കള്ളം പറഞ്ഞത്? ഇതാരാണെന്നറിയോ നിനക്ക്? നിന്റെ ട്യൂഷൻ ടീച്ചറാ. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കള്ളം പറഞ്ഞതിന് ആദ്യം ടീച്ചറോട് സോറി പറ. സോറി. വലിയ ഹെഡേക്ക് ആയിരിക്കും ഇവളുടെ കാര്യം. മാനേഴ്സ് ഇല്ല, വലിയവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല. എന്തിന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ഡ്രസ് ചെയ്യാൻ അറിയില്ല. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. Within a month, you can see Mrs. Justice. She will become the most obedient girl in the world. Look, this is the timetable. Morning 7 a.m. wake up. 8 a.m. breakfast. Then 9 a.m. school time. 1 p.m. lunch. Then evening 4 p.m. leisure time. 5 to 7 p.m. my class time. 7:30 to 8:30 homework. Then 9 p.m. time for sleep. നാളെ മുതൽ ഈ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കുട്ടിയുടെ ദിനചര്യകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാരന്റ്സിനോട് പറയണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? നൗ വി വിൽ ഗോ ഫോർ ദ ക്ലാസ്. മൈ ഫസ്റ്റ് ലെസൺ ഈസ്, നീ വന്നേ, കം, വരൂ. കള്ളം പറയരുതേ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ലെസൺ. ഞാനിന്ന് ഡ്രൈവർ അങ്കിളോട് പറയുമല്ലോ മോളെ ആ പിശാചിനെ പറ്റി. ആരാ? അമ്മൂമ്മയെ പറ്റിയോ? ആഹാ, ആ ട്യൂഷൻ ടീച്ചർ ഡ്രൈവർ അങ്കിൾ അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. അത് വേണ്ട, ഡ്രൈവറങ്ങളോട് പറ ബസ് കയറ്റി കൊല്ലാൻ. എന്നോട് ആര് കളിച്ചാലും ഞാൻ ഡ്രൈവർ അങ്കിളിനോട് പറയും. മോളെ ഞാൻ വരുന്നു. ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ. എന്താ പൊതുവാളെ പോരുന്നില്ലേ? യൂണിഫോം തയ്ച്ചു കിട്ടിയിട്ടില്ല. ആ, യൂണിഫോം തയ്ച്ചു കിട്ടിയെന്നെ അറിയിച്ചോളൂ. കഞ്ഞി തള്ള. ഗീതു, നീ എന്താ കഴിക്കാൻ നോക്കിയിരിക്കുന്നത്? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? വിശപ്പില്ല. എന്താ വിശപ്പില്ലാണ്ടേ? എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് കഴിക്കൂ ഗീതു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിക്കാൻ. കണ്ടില്ലേ, തെണ്ടിക്കൂട്ടങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു കുട്ടിക്ക്. ഡിസിപ്ലിനും ഇല്ല, മാനേഴ്സും ഇല്ല. ഇനി കാണിക്കോ നീ? ഗീത, എഴുന്നേക്ക്. മമ്മിയല്ലേ വിളിക്കുന്നത്? നീ ഇങ്ങനെ ഓരോരോ കുറുമ്പ് കാണിക്കുന്നുണ്ടല്ലേ മമ്മിക്ക് ദേഷ്യം പിടിക്കുന്നത്. വേദനിച്ചോ? മമ്മി സോറി കേട്ടോ. മതി കരഞ്ഞത്, എഴുന്നേക്ക്. എന്നാ അവിടെ ഇരുന്ന് കരഞ്ഞോ. ഇന്നലെയായിരുന്നു ആണ്ട്. അതാ പെട്ടെന്ന് നാട്ടിലേക്ക് പോയത്.
മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ പാവം, അവരെങ്ങനെ കരയാതിരിക്കും? നോക്കി നിൽക്കെ ഒഴുക്കിപ്പെട്ട് ഒലിച്ചു പോവായിരുന്നു മോള്. ഒരുപാട് തെരഞ്ഞു. ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി സമാധാനിക്കായിരുന്നു. ഇതിപ്പോ എന്നെങ്കിലും ഒരു ദിവസം മോള് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില്ല ചേച്ചി. വെറുതെ വെറുതെ ആണെങ്കിലും ഞങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവാ. ഞങ്ങൾ മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ. മണിക്കുട്ടി അത്രയ്ക്ക് പ്രിയായിരുന്നു അവിടെ ഞങ്ങൾക്കല്ല. കാലം ഉണക്കാത്ത മുറിവുകളിലിടൂ. വേദന കൊടുക്കുന്ന ദൈവം മറക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് മനുഷ്യന്. ഈ ജോലി വന്നേ പിന്നെ എനിക്കതിന് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ കുട്ടികളുടെ ചിരിക്കുന്ന മോങ്ങള് കാണുമ്പോ അതെ, ആ കുഞ്ഞിന് കരുതി വെച്ച സ്നേഹം അവർക്ക് കൊടുക്കുക. അതിന്റെ ഫലം ദൈവം തനിക്ക് തരും. നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ലാ. ഏയ് ഇത് മോളെ പിണക്കോ ഡ്രൈവറുകളോട് ആണോ മോളെ? ആ പിണക്കോ? അതെങ്ങനെ ശരിയാവുക? മോളുടെ ആകുള്ളൊരു ഫ്രണ്ടല്ലേ അങ്കിള്. എന്താണ് പിന്നെ ഇന്നലെ എന്താ പറഞ്ഞ? അത് അങ്കിൾ അത്യാവശ്യമായിട്ട് വീട് വരെ പോകേണ്ടി വന്നോണ്ടല്ലേ മോളെ. വേണ്ട, എന്നോട് മിണ്ടണ്ട. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ എന്താ? കൂട്ടുകാര് തമ്മിലെ മിണ്ടാതിരിക്കുക. അയ്യേ, മോളുടെ പിണക്കം മാറ്റാൻ അങ്കിളിൽ മന്ത്രമുണ്ട്. മോളൊന്ന് കണ്ണടച്ചേ. കണ്ണടോട്ട് നോക്കാതെ കണ്ണടയ്ക്ക്. ആ നോക്കിക്കോ, പിണക്കം പോയി ഇണക്കം വാ, ഓം ക്രീം വാ. പിണക്കം പോയി. ഇപ്പൊ എനിക്കൊരു പുതിയ എനിമി വന്നിട്ടുണ്ട്. എന്നിത് ഇവിടെ പിച്ചി. എന്റെ മോളെ പിച്ചി ആ കൈ ഞാൻ ചതച്ചു കളയും. ആരാ മോളേത്? ട്യൂഷൻ ടീച്ചർ അമ്മമ്മ കൊണ്ടുവന്നതാ. വെക്കേഷനും ട്യൂഷൻ ഉണ്ട്. അത് വെക്കേഷൻ അല്ലേ, അപ്പൊ മോള് വീട്ടിലുണ്ടെങ്കിലല്ലേ. ഞാൻ എവിടെയാ പോവാ? എവിടെയും പോവില്ലെന്നാ മമ്മി പറഞ്ഞത്. എന്താ ചെയ്യാ? മമ്മി കൊണ്ടുപോണ്ട, അങ്കിള് കൊണ്ടുപോവാ മോളെ. എവിടെയാ? അങ്കിളിന്റെ നാട്ടിലേക്ക്. അതെവിടെയാ? ദൂരെ 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 ദൂരത്തിന്റെയും അപ്പുറത്ത് 7 മലയും 7 പുഴയും കിടന്ന് പിന്നെ ഒരു കൊച്ചു പുഴയുടെ തീരത്ത് കുറിഞ്ഞിമല എന്നൊരു കൊച്ചു നാട്. നമ്മൾ തോണി കയറി ഈ പുഴ കടന്നാലാണ് അങ്കിളുടെ നാട്ടിലെത്തുക. എന്ത് ചന്തക്കാരി പുഴയാണെന്നറിയോ? പുഴ കടന്ന് അക്കരെ എത്തിയ പുഴക്കരയിൽ മേയുന്ന ഒരുപാട് തുള്ളിച്ചി പശുക്കളുണ്ടാവും, ഗീതുമുളയും കാത്ത്. പച്ചപ്പുല്ലും പുഴയിലെ നല്ല മധുരമുള്ള വെള്ളവും കുടിച്ച് അങ്ങനെ മതിച്ച് നടക്കാവും തുള്ളിച്ചുകള്. പുഴയിലെ വെള്ളത്തിന് എങ്ങനെയാ മധുരം ഉണ്ടാവുക? ആ കുറിഞ്ഞുമലയിൽ അങ്ങനെയാ, എല്ലാത്തിനും മധുരമുണ്ട്. ഇതാണ് കുറിഞ്ഞിമല. മല നിറയെ കുറിഞ്ഞിപ്പൂക്കളാ. പൂ പറിക്കാൻ കൊച്ചു കൊച്ചു കൂടകളുമായിട്ട് ആകാശത്തുനിന്ന് മേഘങ്ങൾ ഇറങ്ങി വരും. ഇവിടെ നിന്ന് നോക്കിയ ഇരുട്ടുകുത്തിമല കാണാം. അവിടെ എന്താ ഉള്ളത്? ഇവിടെയോ? ഇവിടെ എത്രയാന്നറിയോ വികൃതി കുരങ്ങന്മാര്. കബീഷ് ഉണ്ടോ അവിടെ? കബീഷ് മുമ്പ് വരാറുണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കാണാൻ. ഇപ്പൊ മൂപ്പർ അല്പം ബിസിയാ. ഇതാണ് ഡ്രൈവർ അങ്കിളുടെ വീട്. ഇവിടെ ഗീതമോളെ കാണാൻ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നറിയോ? ഇത് ഡ്രൈവർ അങ്കിളുടെ മുത്തച്ഛൻ. എത്ര ആയിരം കഥയും പാട്ടും ഒക്കെ അറിയാമെന്നറിയോ മുത്തച്ഛന്? ഇത് ഡ്രൈവർ അങ്കിളുടെ അമ്മ. അമ്മയ്ക്കും അറിയാം ഒരുപാട് കഥകളൊക്കെ. ഇത് അങ്കിളുടെ ചേച്ചി, മണിക്കുട്ടിയുടെ അമ്മ. ഇതാണ് കറവക്കാരൻ മാരിയപ്പൻ. ഈ പഴഞ്ചൻ സൈക്കിളിലെ മൂപ്പരുടെ സഞ്ചാരം. അവിടുത്തെ തുള്ളിച്ചി പശുക്കൾക്ക് ആർക്കും കണ്ടുകൂടാ മാരിയപ്പന്. അതെന്താ? മാരിയപ്പനല്ലേ അവരുടെ പാലെല്ലാം കറന്നുകൊണ്ട് പോകുന്നത്. ഇതാരാണെന്നറിയോ? രാഗിണി അമ്മമ്മ. അല്ല, ഇതാണ് വെള്ളാടിമുത്തി. മന്ത്രവാദിനിയാ. കണ്ടില്ലേ, നീളം പല്ലും കഴുത്തിൽ തലയോട്ടി മാലയും. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടൂത്തിമല ഇറങ്ങി വരും. അപ്പൊ നമ്മളെ കൊല്ലുവോ? ഹേയ്, അങ്കിളൊരു മന്ത്രം ചൊല്ലി നിർത്തിരിക്കല്ലേ, എന്നോട് കളിക്കില്ല. കളിച്ച വെള്ളാടിമുത്തിയെ ഞാൻ ഈ ഹെലിക്കുട്ടിയാക്കി കളയും. ഇപ്പൊ എല്ലാരും ഉണ്ട് അവിടെ? എല്ലാവരും ഉണ്ട്.
മണിക്കുട്ടി ഒഴികെ. മണിക്കുട്ടി എവിടെ പോയി? മണിക്കുട്ടി പോയി. എവിടെ? കണ്ണെത്താത്തൊരിടത്ത്, കയ്യെത്താത്തൊരിടത്ത്. അതെവിടെയാ? ദൈവത്തിന്റെ നാട്ടില്. എന്തിനാ പോയേ? അത് കുറിഞ്ഞിമലയിൽ എല്ലാവർക്കും മണിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ട് ദൈവത്തിന് അസൂയ തോന്നിക്കണം. ഒരു ദിവസം ആരും അറിയാതെ ദൈവം സ്വർഗവാതിലും തുറന്നു വന്ന് മണിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരെയും വേദനിപ്പിച്ചപ്പോ ദൈവത്തിന് സന്തോഷമായി കാണും. എനിക്കെന്താ മണിക്കുട്ടിയെ മാത്രം വരച്ചു തരാത്തെ? ഇപ്പൊ നീയല്ലേ എന്റെ മണിക്കുട്ടി. കുഞ്ഞുകുഞ്ഞിപ്പുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. കുണുകുണുങ്ങിപ്പുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. ഒരു കൈയിൽ നന്മക്കുടമേന്തി മറുകയിൽ തിന്മക്കുടമേന്തി വെള്ളിച്ചിറകു വീശി നാടു കാണി മേടിറങ്ങി. കുണുകുണുങ്ങിപ്പുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. മലമടങ്ങിലെ ഗ്രാമക്കരയിൽ വന്നവൾ മന്ത്രമോദി കുടമൊഴിഞ്ഞ വേളയിൽ. മലമടങ്ങിലെ ഗ്രാമക്കരയിൽ വന്നവൾ മന്ത്രമോദി കുടമൊഴിഞ്ഞ വേളയിൽ. മുന്നിലെമ്പാടും പൊരുളായിരം വന്നു നാളോരും വില പേശുവാൻ. മുന്നിലെമ്പാടും പൊരുളായിരം വന്നു നാളോരും വില പേശുവാൻ. അഹന്തയും അസൂയയും സുഖങ്ങളും ഗുണങ്ങളും നിരന്നു വേഷം മാറി. കുണുകുണുങ്ങിപ്പുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. പെരുമത്തളികയും മോഹമഹിമ കിളികളും വില കൊടുത്തു പലരെടുത്തു കൊണ്ടുപോ. പെരുമത്തളികയും മോഹമഹിമ കിളികളും വില കൊടുത്തു പലരെടുത്തു കൊണ്ടുപോ. സ്നേഹത്തേൻ തൂവൽ വെൺചാമരം ആരും വാങ്ങാത്ത വേണ്ട പൊരുൾ. സ്നേഹത്തേൻ തൂവൽ വെൺചാമരം ആരും വാങ്ങാത്ത വേണ്ട പൊരുൾ. കുരുന്നിളം മനങ്ങളിൽ കുടഞ്ഞു മന്ത്രമോഹിനി മറഞ്ഞു മായാജാലം. കുണുകുണുങ്ങിപ്പുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. ഒരു കൈയിൽ നന്മക്കുടമേന്തി മറുകയിൽ തിന്മക്കുടമേന്തി വെള്ളിച്ചിറകു വീശി നാടു കാണി നേടിറങ്ങി. കുണുകുണുങ്ങിപ്പുഴയും മഴമിഴുങ്ങിയും
പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. ഫ്രൈഡേ വെക്കേഷൻ തുടങ്ങാ കുട്ടിക്ക്. ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ വൈകിട്ടും ആക്കിക്കോളൂ ട്യൂഷൻ. കുറുമ്പ് അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. വിത്ത് പ്ലഷർ. വേണമെന്നുണ്ടെങ്കിൽ ഡേ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാർ. ഓ യെസ്. സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് ഐസേ. ടീച്ചർ ഇരുന്നതിന് ശേഷം മാത്രം ഇരിക്കുക. അണ്ടർസ്റ്റാൻഡ്? Sit down. Okay then. We will start with our lessons. 1 plus 1 is equal to. Then 2 plus 2 is equal to. 3 plus 2 is equal to. Then 4 plus 4 is equal to. Then 5 plus 5 is equal to. Then 6 plus 6. എവിടാ ശ്രദ്ധിച്ചിരിക്കുന്നേ? എഴുതിയോ? നോക്കട്ടെ. ഷോ മീ. ഷോ. വാ. ഞാൻ എവിടെയെല്ലാം തിരക്കിന്നറിയോ ഡ്രൈവർ അങ്കിളെ? എന്താ മോളെ? ടീച്ചർ ചോദിച്ചു വെക്കേഷൻ എവിടെയാ പോണേന്ന്. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്കിളിനോടും പറയില്ല? ഞാൻ അങ്കിളിന്റെ കൂടെയല്ലേ പോന്നത്. എവിടെ? അങ്കിളിന്റെ നാട്ടില്. അങ്കിളല്ലേ പറഞ്ഞത് വെക്കേഷന് കൊണ്ടുപോവാന്ന്. ഓ അതോ, അത് ഈ വെക്കേഷൻ അല്ലോ, വലിയ വെക്കേഷൻ അല്ലേ, സ്കൂൾ അടയ്ക്കുന്ന സമയത്ത്. വേണ്ട കേട്ടോ, ഈ വെക്കേഷനാ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. ബെല്ലടിച്ചു. മോളിപ്പോ ക്ലാസ്സിൽ പോ, അത് നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ കൊണ്ടുപോവല്ലോ? ഇപ്പൊ മോള് ക്ലാസ്സിൽ ചെല്ലും. ഉറപ്പായിട്ട് കൊണ്ടുപോവല്ലോ? പ്രോമിസ്? ഗീതു വരൂ. കാറി കയറൂ. ഞാൻ സ്കൂൾ ബസ്സിൽ വരാം. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കാറി കയറൂ. വല്യച്ഛാ, എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്തല്ല ഹാപ്പി ക്രിസ്മസ് പറയണോ, അതുകൊണ്ടാ ബസ്സിൽ വരാന്ന് പറഞ്ഞത്. നല്ല വല്യച്ഛനല്ലേ? എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം. നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത്, മനസ്സിലായോ? എന്നാ പോക്കോ. ഡ്രൈവർ വണ്ടി എടുക്ക്. ഗീതു മോളെ കണ്ടില്ലല്ലോ. ആ ഭാസ്കര പിള്ള പറഞ്ഞുണ്ട് കാറില്, അയാൾ കൊണ്ടുപോയി കാണും. യാത്ര പോലും പറയാതെ പോയി മോള്. വെക്കേഷൻ അല്ലേ. ആ താൻ വണ്ടി വിട്. പോയെങ്കി പോട്ടെ, താൻ വണ്ടി വിട്. നീ മോളെ വിളിക്കാൻ പോയില്ലേ? പോയിട്ടാ വരുന്നത്. അവള് സ്കൂൾ ബസ്സിൽ വരാന്ന് പറഞ്ഞു. അതിന് ബസ് ഇപ്പൊ തന്നെ ഇതുവഴി പോയാലോ? നീ വിളിക്കുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ നോക്കിയതുമില്ല. ഓഹോ, അപ്പോ കോന്തം പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവളെ അവിടെ പിടിച്ചിറക്കി കാണും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയച്ചി, ഞാൻ എന്റെ വാക്ക് സംസാരിക്കാൻ പോവാണ്. എവിടെ ഫോൺ? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായി കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേൾക്കാൻ എന്തിനാ ഇത്ര ദണ്ണപ്പെടുന്നത്? അവൻ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കട്ടെ. നീ എന്റെ ഹെയർ ഡേ വാങ്ങിച്ചോണ്ട് വന്നു. ഹെയർ ഡൈ? ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ചേനക്കാര്യം. ഒന്നുട്ടെ. അയ്യോ, അവന്റെ ഒരു ചേനക്കാരി. തെറി.